നമസ്കാരം കൂട്ടുകാരെ. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകാത്ത ചില ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മളറിയാതെ തന്നെ ഒരാൾ നമ്മളെ ഒരു കാര്യത്തിനായി സമ്മതിപ്പിക്കുന്നു, നമ്മുടെ ചിന്താഗതി മാറ്റുന്നു. എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട് നമ്മളൊരു കാര്യത്തിന് അതേ പറഞ്ഞു എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആരെങ്കിലും നിങ്ങളുടെ തീരുമാനങ്ങളെ രഹസ്യമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളുടെ വികാരങ്ങളെ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിസ്സഹായനാണെന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടോ? ഡാർക്ക് സൈക്കോളജിയുടെ ലോകത്തേക്ക് സ്വാഗതം. മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നത് സ്വയം ഒരു അദൃശ്യക്കെണിയിൽ അകപ്പെട്ടതായി വ്യക്തിക്ക് തോന്നാത്ത രീതിയിൽ ചെയ്യുന്ന ഒരു ലോകമാണിത്. എമി ബ്രൗണിന്റെ ഡാർക്ക് സൈക്കോളജി, സീക്രറ്റ്സ് ആൻഡ് മാനിപ്പുലേഷൻ എന്ന പുസ്തകം ഈ നിഗൂഢ ലോകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പുസ്തകം ലോകത്തിലെ ഏറ്റവും തന്ത്രശാലികളും കുശാഗ്രബുദ്ധികളായ ആളുകളും ഉപയോഗിക്കുന്ന മറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രപരമായ തന്ത്രങ്ങളും പുറത്തുകൊണ്ടുവരുന്നു. അവർ രാഷ്ട്രീയക്കാരാകട്ടെ, സെയിൽസ് വിദഗ്ധരാകട്ടെ, അല്ലെങ്കിൽ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവരുടെ മനസ്സുകൊണ്ട് കളിക്കുന്നവരാകട്ടെ. ഈ വീഡിയോയിൽ ഞങ്ങൾ ഈ പുസ്തകം ആഴത്തിൽ വിശകലനം ചെയ്യും. അതിലെ ഓരോ തന്ത്രവും ഡീകോഡ് ചെയ്യും. ആളുകൾ എങ്ങനെ നിങ്ങളുടെ മനഃശാസ്ത്രത്തെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നും അതുവഴി നിങ്ങളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഇതുമാത്രമല്ല, ഈ തന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ സ്വയം രക്ഷപ്പെടാമെന്നും ഞങ്ങൾ പറയും. മാനിപ്പുലേഷൻ സിനിമകളിൽ മാത്രം കാണിക്കുന്ന ഒരു ആശയമാണെന്ന് പലരും കരുതുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിലവിലുണ്ട്. നമ്മുടെ ഓഫീസ്, രാഷ്ട്രീയത്തിൽ, ബന്ധങ്ങളിൽ, സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ, കുടുംബ ബന്ധങ്ങളിൽ പോലും. ഡാർക്ക് സൈക്കോളജിയുടെ യഥാർത്ഥ ഭീഷണി എന്തെന്നാൽ ഇത് ഭൂരിപക്ഷം ആളുകളുടെയും കണ്ണിൽപ്പെടില്ല എന്നതാണ്. ഇതിൽ വൈദഗ്ധ്യം നേടുന്നവർക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കാനുള്ള ശക്തി ലഭിക്കുന്നു. അതുകൊണ്ടാണ് മാനിപ്പുലേഷനിൽ നിന്ന് സ്വയം എങ്ങനെ രക്ഷപ്പെടാമെന്ന് അറിയേണ്ടത് അത്യാവശ്യമാകുന്നത്. നിങ്ങൾക്കെന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാരെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കണം. കാരണം നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് പലപ്പോഴും ഏറ്റവും അപകടകരമായത്. ഡാർക്ക് സൈക്കോളജിയുടെ ഏറ്റവും വലിയ സത്യം ഇതാണ്: ഇതെല്ലാം മറച്ചുവെച്ചും വളരെ തന്ത്രപരമായുമാണ് ചെയ്യുന്നത്. ഇതൊരു നിശബ്ദ യുദ്ധമാണ്. അവിടെ വാക്കുകളും വികാരങ്ങളും മനുഷ്യമനസ്സുമാണ് ഏറ്റവും വലിയ ആയുധങ്ങൾ. അപ്പോൾ ഈ മനഃശാസ്ത്രപരമായ രഹസ്യമറിയാൻ നിങ്ങൾ തയ്യാറാണോ? ഡാർക്ക് സൈക്കോളജിയുടെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ ചില ആളുകൾ നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കാമെന്നും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഞങ്ങൾ ഈ മാനിപ്പുലേറ്റീവ് തന്ത്രങ്ങളെക്കുറിച്ച് പറയുക മാത്രമല്ല, അവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ഫലപ്രദമായ വഴികളും നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് ഈ ആകർഷകമായ ലോകത്തിലേക്ക് ഊളിയിടാം. ഡാർക്ക് സൈക്കോളജിക്ക് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെപ്പോലും നിയന്ത്രിക്കാൻ കഴിയും. അധ്യായം 1: ഡാർക്ക് സൈക്കോളജിയുടെ രഹസ്യങ്ങളും തന്ത്രങ്ങളും. ഒന്നും പറയാതെ തന്നെ ഒരു സാഹചര്യം സ്വന്തം നിയന്ത്രണത്തിലാക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ചില ആളുകൾക്ക് മറ്റുള്ളവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നത് അവർ അവരുടെ ഇഷ്ടപ്രകാരമല്ല, മറിച്ച് അവരുടെ മനസ്സിലെ കെണിയിൽ അകപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണെന്ന് പോലും മുന്നിലുള്ള വ്യക്തി അറിയുന്നില്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതൊരു മാജിക് അല്ല, മറിച്ച് ഡാർക്ക് സൈക്കോളജിയുടെ ആഴത്തിലുള്ള രഹസ്യങ്ങളും തന്ത്രങ്ങളുമാണ്. സ്വന്തം നേട്ടങ്ങൾക്കായി മറ്റുള്ളവരുടെ മനസ്സും വികാരങ്ങളും വെച്ച് കളിക്കാൻ അറിയാവുന്നവരാണ് ഇവ ഉപയോഗിക്കുന്നത്. ഡാർക്ക് സൈക്കോളജി എന്നത് മനഃശാസ്ത്രപരമായ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഒരാളുടെ ചിന്തിക്കുന്ന, അനുഭവിക്കുന്ന, തീരുമാനമെടുക്കുന്ന രീതിയെ മാറ്റുന്ന കലയാണ്. ഇത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് മറ്റൊരാളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുകയില്ല. ഇതൊരു ശക്തിയാണ്. അത് ശരിയായ വ്യക്തിക്ക് ധാർമ്മികമായി ഉപയോഗിക്കാം. പക്ഷേ തെറ്റായ വ്യക്തിക്ക് അത് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു അപകടകരമായ ആയുധമായി ഉപയോഗിക്കാൻ കഴിയും. ഡാർക്ക് സൈക്കോളജിയിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ ചില പ്രത്യേക തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. 1. വൈകാരിക പ്രതിഫലനം, ഇമോഷണൽ മിററിംഗ്. ഇതൊരു തന്ത്രമാണ്. അതിൽ മാനിപ്പുലേറ്റർ മുന്നിലുള്ള ആളുടെ വികാരങ്ങളെയും ഭാവങ്ങളെയും ചിന്തിക്കുന്ന രീതിയെയും സൂക്ഷ്മമായി അനുകരിക്കുന്നു. ആരെങ്കിലും നിങ്ങളുടെ ഭാവങ്ങൾ, സംസാരിക്കുന്ന രീതി, പെരുമാറ്റം എന്നിവ പതിയെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അവരെ നിങ്ങളെപ്പോലെ ഒരാളായി കണക്കാക്കാൻ തുടങ്ങുന്നു. ഇത് ആ വ്യക്തിയോട് നിങ്ങൾക്ക് ഒരു അജ്ഞാത വിശ്വാസമുണ്ടാക്കുന്നു. അവിടെ നിന്നാണ് മാനിപ്പുലേഷൻ ആരംഭിക്കുന്നത്. 2. ഭയം അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണം, ഫിയർ ബേസ്ഡ് കൺട്രോൾ. മനുഷ്യ മനസ്സിനെ സ്വാഭാവികമായും ഭയം സ്വാധീനിക്കുന്നു. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നമ്മൾ എന്തു ചെയ്യാനും തയ്യാറാകും. ഡാർക്ക് സൈക്കോളജി ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഭയം മുതലെടുക്കുന്നു. അവർ നിങ്ങളുടെ മനസ്സിൽ അനിശ്ചിതത്വവും ഭയവും സൃഷ്ടിക്കുന്ന വാക്കുകളും ആശയങ്ങളും സൂക്ഷ്മമായി ഉപയോഗിക്കുന്നു. അവരുടെ വാക്ക് നിങ്ങൾ കേട്ടില്ലെങ്കിൽ എന്തെങ്കിലും മോശമായത് സംഭവിക്കുമെന്ന് അവർ കാണിക്കുന്നു. ഈ ഭയം സാമ്പത്തിക നഷ്ടം, സാമൂഹികമായ തിരസ്കരണം അല്ലെങ്കിൽ വൈകാരികമായ തകർച്ച എന്നിവയുമായി ബന്ധപ്പെട്ടതാകാം. ഭയത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് അവരുടെ നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു വിവരണം നിങ്ങളുടെ മനസ്സിൽ സജ്ജമാക്കാൻ കഴിയും. 3. ഗ്യാസ്ലൈറ്റിംഗ്. ഇതൊരു മനഃശാസ്ത്രപരമായ തന്ത്രമാണ്.
ഡാർക്ക് സൈക്കോളജിയിൽ ഇത് പതിവായി ഉപയോഗിക്കാറുണ്ട്. ഇതിൽ വ്യക്തി പതിയെ നിങ്ങളുടെ ധാരണകളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു. അതുവഴി നിങ്ങളുടെ സ്വന്തം ചിന്തകളിലും ഓർമ്മകളിലും നിങ്ങൾക്ക് സംശയം തോന്നാൻ തുടങ്ങുന്നു. ഒരുപക്ഷെ നിങ്ങൾ തെറ്റാണെന്നും മറ്റേയാൾ ശരിയാണെന്നും നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങുന്നു. നിങ്ങൾ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളെ ചതിക്കുന്നുവെന്ന് ആരെങ്കിലും നിരന്തരം പറഞ്ഞാൽ അത് ഗ്യാസ് ലൈറ്റിംഗിന്റെ സൂചനയായിരിക്കാം. ഈ തന്ത്രം വളരെ അപകടകരമാണ്. കാരണം വ്യക്തിക്ക് സ്വന്തം ചിന്തയിൽ സംശയം തോന്നിത്തുടങ്ങുകയും പൂർണ്ണമായും മാനിപ്പുലേറ്ററെ ആശ്രയിക്കുകയും ചെയ്യുന്നു. 4. കുറ്റബോധത്തിലാഴ്ത്തൽ, ഗിൽറ്റ് ട്രിപ്പിംഗ്. ഡാർക്ക് സൈക്കോളജിയുടെ മറ്റൊരു മറഞ്ഞിരിക്കുന്ന രഹസ്യമാണിത്. ഇതിൽ ഒരാൾ മറ്റൊരാളിൽ കുറ്റബോധം ജനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുവഴി അവരുടെ വാക്ക് കേൾക്കാൻ അവർ നിർബന്ധിതരാകുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ വളരെ വിഷമിക്കുമെന്നോ, നിങ്ങൾ എന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒരു കാര്യവുമില്ലെന്ന് അത് കാണിക്കുമെന്നോ ആരെങ്കിലും പറഞ്ഞാൽ അത് കുറ്റബോധത്തിലാഴ്ത്തുന്നതിന്റെ ഉദാഹരണമാണ്. ആളുകൾ മറ്റുള്ളവരെ അവരുടെ നിയന്ത്രണത്തിൽ നിർത്തുന്നതിനുള്ള സൂക്ഷ്മവും എന്നാൽ വളരെ ഫലപ്രദവുമായ ഒരു മാർഗമാണിത്. ഈ ഡാർക്ക് സൈക്കോളജി രഹസ്യങ്ങൾ വ്യക്തിപരമായ ബന്ധങ്ങളിൽ മാത്രമല്ല വലിയ തോതിലും ഉപയോഗിക്കാറുണ്ട്. രാഷ്ട്രീയം, ബിസിനസ്, മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ എന്നിവയിലും ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ആളുകളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി പരസ്യങ്ങൾ തയ്യാറാക്കുന്നു. അവർ ദൗർലഭ്യത്തിന്റെ സ്കാർസിറ്റി ഭയം കാണിക്കുന്നു. പരിമിതമായ സമയ ഓഫർ അല്ലെങ്കിൽ സ്റ്റോക്ക് വേഗത്തിൽ തീരുന്നു. അതുവഴി ഉപഭോക്താക്കൾ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു. അതുപോലെ പല നേതാക്കളും പൊതുജനങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിച്ച് അവരുടെ തന്ത്രങ്ങൾ വിജയിപ്പിക്കുന്നു. അധ്യായം 2. ഡാർക്ക് സൈക്കോളജി വിശകലനം ചെയ്യുമ്പോൾ. മനുഷ്യന്റെ മനസ്സിലെ ആഴത്തിലുള്ള നീക്കങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ നിങ്ങളുടെ പക്ഷത്താക്കാൻ കഴിയും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളുമായി കളിക്കുകയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ അവരുടെ കെണിയിൽ വീഴുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയുമോ? ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഡാർക്ക് സൈക്കോളജി വിശകലനം ചെയ്യണം. ഇതൊരു സാധാരണ മനഃശാസ്ത്രമല്ല, മറിച്ച് സാധാരണക്കാർ പോലും ചിന്തിക്കാത്ത മനുഷ്യമനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകാനുള്ള ശ്രമമാണിത്. ഡാർക്ക് സൈക്കോളജി എന്നത് ശക്തി, നിയന്ത്രണം, സ്വാധീനം എന്നിവയിൽ അധിഷ്ഠിതമായ മനഃശാസ്ത്രത്തിന്റെ ഒരു മേഖലയാണ്. ഇത് മനുഷ്യന്റെ ദുർബലമായ പോയിന്റുകൾ മനസ്സിലാക്കുകയും അവരുടെ ആഗ്രഹങ്ങളെയും ഭയങ്ങളെയും സ്വാധീനിക്കുകയും അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദിശയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന കലയാണിത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വികാരങ്ങളുമായി കളിക്കുന്ന, നമ്മെ കുറ്റബോധത്തിലാഴ്ത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭയം മുതലെടുത്ത് നമ്മെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്ന നിരവധി ആളുകളുമായി നമ്മൾ ബന്ധപ്പെടാറുണ്ട്. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളും ചിന്തകളും വികാരങ്ങളും സൂക്ഷ്മമായി നിയന്ത്രിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ നമ്മൾ ഡാർക്ക് സൈക്കോളജി വിശകലനം ചെയ്യാൻ തുടങ്ങുമ്പോൾ ചില ആളുകൾ എങ്ങനെയാണ് നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും ധാരണകളെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡാർക്ക് സൈക്കോളജി മനസ്സിലാക്കുന്നതിനുള്ള ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചുവടുവയ്പ് മനുഷ്യന്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിയുക എന്നതാണ്. നമ്മുടെ മനഃശാസ്ത്രപരമായ പാറ്റേണുകൾ, നമ്മുടെ ഭയങ്ങൾ, ആഗ്രഹങ്ങൾ, അരക്ഷിതാവസ്ഥ എന്നിവയാണ് നമ്മെ ദുർബലരാക്കുന്നത്. ഒരാൾ നമ്മെ അംഗീകരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും ഒരാൾ നമ്മെ അവഗണിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവുകയും ചെയ്യുന്നു. നമ്മുടെ ഭയത്തെ ആരെങ്കിലും ഉണർത്തുമ്പോൾ നമ്മൾ പരിഭ്രാന്തരാവുകയും ഒരാൾ നമ്മെ സാധൂകരിക്കുമ്പോൾ നമ്മൾ അവരോട് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് മനഃശാസ്ത്രം. ഇതിലാണ് ഡാർക്ക് സൈക്കോളജി പ്രവർത്തിക്കുന്നത്. ഡാർക്ക് സൈക്കോളജിയുടെ ഏറ്റവും അപകടകരമായ ചില ആയുധങ്ങളാണ് മാനിപ്പുലേഷൻ, വഞ്ചന, ഡിസെപ്ഷൻ, ഗ്യാസ് ലൈറ്റിംഗ്, കുറ്റബോധത്തിലാഴ്ത്തൽ, വൈകാരിക ചൂഷണം, ഇമോഷണൽ എക്സ്പ്ലോയിറ്റേഷൻ. ഈ തന്ത്രങ്ങളെല്ലാം ഒരു കാര്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു: മറ്റൊരാളുടെ വികാരങ്ങളെയും ചിന്തകളെയും സൂക്ഷ്മമായി നിയന്ത്രിക്കുക. ആരെങ്കിലും നിങ്ങളെ കുറ്റബോധത്തിലാഴ്ത്തുകയും അവരുടെ വാക്ക് കേൾക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ മോശം വ്യക്തിയായി തോന്നിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ഡാർക്ക് സൈക്കോളജിയുടെ ഒരു ക്ലാസിക് ഉദാഹരണമാണ്. അധ്യായം 3. മാനിപ്പുലേഷൻ കല, ദി ആർട്ട് ഓഫ് മാനിപ്പുലേഷൻ. ചില ആളുകൾക്ക് മറ്റുള്ളവരെ അവരുടെ വാക്ക് കേൾക്കാൻ സമ്മതിപ്പിക്കാൻ ഇത്ര എളുപ്പത്തിൽ എങ്ങനെ കഴിയുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിർബന്ധവുമില്ലാതെ, ശക്തമായ വാദങ്ങളില്ലാതെ, വാക്കുകളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും അവർ മറ്റൊരാളുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്നു. ഇതെല്ലാം ഒരു കലയുടെ ഫലമാണ്. മാനിപ്പുലേഷൻ ഒരു മനഃശാസ്ത്രപരമായ തന്ത്രം മാത്രമല്ല, മനുഷ്യന്റെ വികാരങ്ങൾ, ഭയങ്ങൾ, ആഗ്രഹങ്ങൾ, അരക്ഷിതാവസ്ഥ എന്നിവയിൽ കളിക്കുന്ന ഒരു കളിയാണ്. ഒരു സമർത്ഥനായ മാനിപ്പുലേറ്റർ മുന്നിലുള്ള വ്യക്തിയുടെ ഉപബോധ മനസ്സിലെത്തി ആ വ്യക്തി സ്വയം ആ തീരുമാനത്തിലെത്തിയെന്ന് തോന്നിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഓരോ ചുവടും അവന്റെ പദ്ധതി അനുസരിച്ചാണ് നടക്കുന്നത്. മാനിപ്പുലേഷന്റെ വേരുകൾ നമ്മുടെ വികാരങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ഒരു വൈകാരിക ജീവിയാണ്. നമ്മളെല്ലാവരും സ്നേഹം, ബഹുമാനം, സുരക്ഷ, അംഗീകാരം എന്നിവ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഈ വികാരങ്ങൾ സ്വന്തം നിയന്ത്രണത്തിലാക്കുമ്പോൾ അവർക്ക് നമ്മെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കാൻ കഴിയും. ഈ കല വളരെ സൂക്ഷ്മമാണ്. മിക്കപ്പോഴും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല.
നമ്മൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് നമ്മൾ കരുതുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ഓരോ തീരുമാനവും നമ്മെ ഒരു പ്രത്യേക ദിശയിലേക്ക് തള്ളിവിടാൻ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തതാണ്. മാനിപ്പുലേഷന്റെ പല രൂപങ്ങളുണ്ട്. ഗ്യാസ് ലൈറ്റിംഗ്, നിശബ്ദ ചികിത്സ, സൈലന്റ് ട്രീറ്റ്മെന്റ്, കുറ്റബോധത്തിലാഴ്ത്തൽ, പാസീവ് അഗ്രസീവ് തന്ത്രങ്ങൾ, പാസീവ് അഗ്രസീവ്, സൂക്ഷ്മമായ മൈൻഡ് ഗെയിമുകൾ. ഈ തന്ത്രങ്ങളെല്ലാം ഒരേ ലക്ഷ്യത്തിനായി സൃഷ്ടിച്ചവയാണ്: മറ്റൊരാളുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും നിയന്ത്രിക്കുക. അധ്യായം 4: സ്വാധീനത്തിന്റെ കല, ദി ആർട്ട് ഓഫ് പെർസുവേഷൻ. ചില ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം സ്വാധീനശക്തി എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർ എന്തു പറഞ്ഞാലും ആളുകൾ അത് അംഗീകരിക്കുന്നു. അവർ ഒരു കാര്യത്തിന് ആവശ്യപ്പെടുമ്പോൾ മറ്റൊരാൾക്ക് ഇല്ല എന്ന് പറയാൻ കഴിയുന്നില്ല. അവരുടെ സാന്നിധ്യത്തിൽ ആളുകൾ അവരുടെ വാക്കുകളോട് യോജിക്കാൻ തുടങ്ങുന്ന ഒരു പ്രത്യേക ശക്തിയുണ്ട്. ഇതൊരു മാജിക്കല്ല, മറിച്ച് സ്വാധീനം, പെർസുവേഷൻ എന്ന കലയാണ്. സ്വാധീനം മനുഷ്യന്റെ മനസ്സിൽ പതിയെ സ്വാധീനം ചെലുത്തുന്ന ഒരു അദൃശ്യ ശക്തിയാണ്. ഇതൊരു നിർബന്ധമോ മാനിപ്പുലേഷനോ അല്ല, മറിച്ച് ഒരു സൂക്ഷ്മമായ സ്വാധീനമാണ്. ഒരാൾ സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളുടെ ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. സ്വാധീനം ചെലുത്തുന്നയാൾ മറ്റുള്ളവരുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും മനസ്സിലാക്കുകയും അവരെ തങ്ങളുടെ പക്ഷത്തേക്ക് തിരിക്കാൻ കഴിവുള്ളവനുമാണ്. സ്വാധീനത്തിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ സൂക്ഷ്മതയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇത് ഒരാളെ നിർബന്ധിതനാക്കുന്നതിനുള്ള മാർഗമല്ല, മറിച്ച് ഒരാളുടെ ചിന്താരീതിയെ സ്വാധീനിക്കുന്ന കലയാണ്. അതുവഴി അവർ സ്വയം നിങ്ങളുടെ ആശയങ്ങളോട് യോജിക്കുന്നു. അതുകൊണ്ടാണ് ബിസിനസ് നേതാക്കൾ, രാഷ്ട്രീയക്കാർ, സെയിൽസ് വിദഗ്ധർ, മോട്ടിവേഷണൽ സ്പീക്കറുകൾ എന്നിവർ ഉൾപ്പെടെ ഏറ്റവും വിജയകരമായ ആളുകൾ സ്വാധീന കലയിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കുന്നത്. എങ്കിലും സ്വാധീനവും മാനിപ്പുലേഷനും തമ്മിൽ ഒരു നേർത്ത വ്യത്യാസമുണ്ട്. മാനിപ്പുലേഷനിൽ മറ്റൊരാളുടെ വികാരങ്ങളുമായി കളിച്ച് അവരെ നിർബന്ധിതരാക്കുന്നു. അതേസമയം സ്വാധീനത്തിൽ ഒരു ബദൽ കാഴ്ചപ്പാട് കാണിച്ചുകൊണ്ട് അവരുടെ ചിന്തകളെ സൗമ്യമായി നയിക്കുന്നു. അധ്യായം 5: ഡാർക്ക് സൈക്കോളജിയിൽ നിന്ന് സ്വയം എങ്ങനെ സുരക്ഷിതരാക്കാം. ആരെങ്കിലും നിങ്ങളെ പതിയെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പക്ഷേ അതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ആരെങ്കിലും നിങ്ങളുടെ വികാരങ്ങളുമായി കളിക്കുന്നു, നിങ്ങളെ കുറ്റബോധത്തിലാഴ്ത്തുന്നു, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഡാർക്ക് സൈക്കോളജിയുടെ സ്വാധീനത്തിൽ നിന്ന് സ്വയം എങ്ങനെ രക്ഷപ്പെടാമെന്ന് അറിയേണ്ടത് പ്രധാനമാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല, കാരണം പലപ്പോഴും നമ്മൾ ഈ മാനസിക കളി തിരിച്ചറിയുന്നില്ല, പതിയെ അതിന്റെ ഇരകളായി മാറുന്നു. ഡാർക്ക് സൈക്കോളജിയുടെ ഏറ്റവും അപകടകരമായ വശമെന്തെന്നാൽ ഇത് സാധാരണയായി വളരെ സൂക്ഷ്മമാണ്, നമുക്കത് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. ഈ കലയിൽ വൈദഗ്ധ്യമുള്ളവർ അവരുടെ ഇരകളെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ഈ തന്ത്രങ്ങൾ തിരിച്ചറിയാനും സ്വയം സുരക്ഷിതരാകാനും നിങ്ങൾ പഠിച്ചാൽ ആർക്കും നിങ്ങളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. ഡാർക്ക് സൈക്കോളജിയിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ള ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചുവടുവയ്പ് സ്വയം അവബോധമാണ്, സെൽഫ് അവെയർനെസ്. നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും പ്രതികരണങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് ആഴത്തിലുള്ള ധാരണയുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയില്ല. അടുത്ത ഘട്ടം വൈകാരിക അതിരുകൾ, ഇമോഷണൽ ബൗണ്ടറീസ് സ്ഥാപിക്കുക എന്നതാണ്. പലരും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ വൈകാരിക അതിരുകൾ നിർവചിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ ശക്തിപ്പെടുത്തുകയും ഇല്ല എന്ന് പറയാൻ പഠിക്കുകയും ചെയ്താൽ ഈ മാനസിക കളികളിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയും. അതിനുശേഷം വിമർശനാത്മക ചിന്തയും ക്രിട്ടിക്കൽ തിങ്കിംഗ്, യുക്തിപരമായ വിശകലനവും ലോജിക്കൽ അനാലിസിസ് വരുന്നു. ഒരു മാസ്റ്റർ മാനിപ്പുലേറ്റർ എപ്പോഴും വികാരങ്ങൾ ഉപയോഗിക്കുന്നു, കാരണം വികാരങ്ങളാണ് ഒരാളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതെന്ന് അവർക്കറിയാം. എന്നാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും യുക്തിപരമായി വിശകലനം ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മാനിപ്പുലേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഡാർക്ക് സൈക്കോളജിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യം അസർട്ടീവ് ആകുക എന്നതാണ്. നിങ്ങൾ സ്വന്തമായി മൂല്യം തിരിച്ചറിയുകയും ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുകയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ ആർക്കും നിങ്ങളെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയില്ല. ഏറ്റവും പ്രധാനമായി ഇരയുടെ ചിന്താഗതിയിൽ നിന്ന്, വിക്ടിം മൈൻഡ്സെറ്റ്, പുറത്തുവരിക. ഈ മനഃശാസ്ത്രപരമായ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ പഠിക്കുമ്പോൾ ആർക്കും നിങ്ങളെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ മാനസികമായി ശക്തനാകുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലാലും മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്വയം രക്ഷിക്കാൻ തയ്യാറാണോ? ഡാർക്ക് സൈക്കോളജിയെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല, പക്ഷേ അത് മനസ്സിലാക്കുന്നവർക്ക് അവരുടെ ജീവിതം പൂർണ്ണമായും മാറ്റാൻ കഴിയും. ഇത് നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ഇതിനെ ഒരു മനഃശാസ്ത്രപരമായ ആശയം മാത്രമായി കാണുമോ, അതോ എല്ലാ വൈകാരിക മാനിപ്പുലേഷനുകളിൽ നിന്നും സ്വയം രക്ഷിക്കാൻ ഒരു മാനസിക പരിചയായി മെന്റൽ ഷീൽഡ് ഇതിനെ സ്വീകരിക്കുമോ? ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ ഇത്തരത്തിലുള്ള കൂടുതൽ പുസ്തകങ്ങളുടെ സംഗ്രഹം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ആരെങ്കിലും നിങ്ങളെ അറിയാതെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തു ചെയ്തു? നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക. അതുവഴി നിങ്ങൾക്ക് ഇത്തരം ശക്തമായ അറിവ് നൽകുന്ന വീഡിയോകൾ ആദ്യം ലഭിക്കും. അടുത്ത തവണ ഞങ്ങൾ കൂടുതൽ രസകരമായ ഒരു പുസ്തകവുമായി വരും.
അത് നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ മൂർച്ചയുള്ളതും ഫലപ്രദവുമാക്കും.